വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നിരാശരായിപ്പോയി ഒരു കാര്യങ്ങളും നടക്കാതെ പോകുന്നവരൊക്കെ ഉണ്ടല്ലേ. ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ലിസ് മുൻപോട്ടാണ് മാനിഫെസ്റ്റേഷൻ കോച്ച്, ഫ്രണ്ട്ഷിപ്പ് വെൽത്ത് കോച്ച്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരു 90% ആൾക്കാരും ഏതെങ്കിലുമൊക്കെ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ഏതെങ്കിലും ഒരു മതവിശ്വാസം ഉണ്ടായിരിക്കും അവർക്ക്. ലോകത്തിലെ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ പോയ ഒത്തിരി കാര്യങ്ങൾ കാണിയില്ലേ. അവസാനം നമ്മൾ അമ്പലത്തിലും പള്ളിയിലും വഴിപാടും നേർച്ചയും കാഴ്ചയൊക്കെ ആയിട്ട് അവസാനം അത് നടന്നു കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആ ദൈവത്തെ നമ്മൾ കുറ്റം പറയും. നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ പഴിച്ച് നമ്മൾ നടക്കും. ഇതൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത്. പിന്നീട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ലഭിക്കാതെ പോയ ആ ദൈവത്തിൻ്റെ പേര് കേട്ടതിന് നമുക്ക് ദേഷ്യം വരും. നമ്മൾ പറയും ഇല്ല ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല. അതും പറഞ്ഞിട്ട് നമ്മൾ വേറെ ദൈവങ്ങളെ അന്വേഷിച്ച് പോകും. അപ്പോൾ അതൊക്കെ ഈ പ്രാർത്ഥനയുടെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വശം ഉണ്ടായിരുന്നു. അതിൻ്റെ സയൻസ് നമുക്കറിയാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമുക്കതൊന്നും നമ്മുടെ ലൈഫിലേക്ക് നമുക്കന്ന് ലഭിക്കാതെ പോകുന്നത് തന്നെ. അപ്പം നമുക്കത് നോക്കാതെ എന്താണെന്ന്. അപ്പം നമ്മൾ പിന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഒരു ഊർജ്ജമാണ്. ഊർജ്ജത്തിൻ്റെ എന്താ പറയുക, ഒരു 1000 ആറ്റം ബോംബിൻ്റെയൊക്കെ ശക്തി ഉള്ള അത്രയും പിന്നെ വലിയ ശക്തിയുള്ള അതാണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചം ആ മഹാ ഊർജ്ജത്തിൻ്റെ ഓരോരോ കണികകളാണ് നമ്മളെല്ലാവരും. ചെറിയ 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 കണികളായിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ഊർജ്ജത്തെ നമുക്ക് മുറിക്കാൻ പറ്റത്തില്ല, അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിന് രൂപമാറ്റം സംഭവിക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു കറണ്ടിൻ്റെ ഒരു കറണ്ട് കണക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. മിക്സി, ജനറേറ്റർ, പിന്നെ മോട്ടർ, ഫാന്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ആ ഊർജ്ജത്തെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും എന്ന് പറയാൻ പോലെയാണ് ഈ ഊർജ്ജമാകുന്ന ഈ മഹാപ്രപഞ്ചമാകുന്ന ഊർജ്ജം, അല്ലെങ്കിൽ ഊർജ്ജമാകുന്ന മഹാപ്രപഞ്ചം. അതിൻ്റെ ചെറിയ ചെറിയ കണികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മളൊരു ശക്തി എന്നാണ് വിളിക്കുന്നത്, മഹാശക്തി. മഹാപ്രപഞ്ചത്തിൽ അതൊരു മഹാശക്തിയാണ്. അപ്പോൾ ഈ ശക്തിയെ നമുക്ക് മുറിക്കാനോ ഒന്നിനും പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മളതിനൊരു മീഡിയേറ്ററായിട്ട് ഈ ശക്തിയെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ട്, ഈ ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്കൊരു മീഡിയേറ്ററായിട്ട് നമുക്ക് ആരെങ്കിലും ഒരാളെ വേണം. അതിന് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ നമുക്ക് നമ്മുടെ ഇഷ്ടദേവന്മാരെ നമ്മൾ വെച്ചിട്ട് അത് ദൈവമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അത് തന്നെയാണ് അതിൻ്റെ ശരി. കാരണം അവരിൽ കുടികൊള്ളുന്ന ശക്തിയാണത്, മഹാശക്തിയാണത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും വിഷമോ പിന്നെ വേദന സങ്കടമൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ പോയി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്കതൊന്നും നടക്കാതെ വരുമ്പോഴാണ് നമ്മളുടെ ഒരു നിരാശാബോധം ഒട്ടുവിളിക്കുകയും ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിക്കാനും പറഞ്ഞ് നമ്മൾ മറ്റു ദൈവങ്ങളെ തേടിപ്പോകും. അതായത് മറ്റമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ഇരിക്കുന്ന അവിടെ അച്ചിട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യം നടക്കാതെ പോകുകയെന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷേ ഇതെല്ലായിടത്തും ഒരേ ശക്തി ഇരിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാണ് എന്നാണ്. ഇപ്പം ബൈബിളിലൊരു വചനം പറയാം കേട്ടോ. പിന്നെ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുവാൻ, സന്തോഷത്തോടു കൂടി നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങളുടെ പിതാവ് നൽകുമെന്ന്. അപ്പം നമ്മൾ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുക അതെങ്ങനെ നമുക്ക് സാധിക്കും. നമ്മൾ ഇത്രയും വേദനയിലും വിഷമത്തിലും സങ്കടത്തിലും നഷ്ടം തിരുന്ന സമയത്ത് നമ്മളോട് സന്തോഷത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്കതെങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. അത് സാധിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ളതാണ്. ഈ മഹാഭാരത പിന്നെ ഭാഗവതത്തിൽ ഭാഗവതമല്ല, ഭഗവത്ഗീതയിൽ ഈ ഒരു സംഘർഷ ഭൂമിയിലായിരുന്നു ഈ ഭാഗവതം, ഈ ഭഗവത്ഗീത ഉടലെടുത്തത് തന്നെ സംഘർഷമുള്ളൊരു സമയത്തായിരുന്നു. അതായത് കൃഷ്ണൻ അർജുനൻ വന്നിട്ട് വളരെ വിഷമിച്ചിട്ട് സങ്കടത്തിൽ ഇങ്ങനെ തൻ്റെ ഗുരുക്കന്മാരെയും താൻ അറിയുന്നവരെയും തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കൊന്നു കളയണല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം ഈ അർജുനൻ ഇങ്ങനെ വളരെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. കൃഷ്ണൻ വന്ന് ചോദിക്കുകയാണ്, എന്തിനാ അർജുന നീ ഇങ്ങനെ പെണ്ണുങ്ങളെപ്പോലെ ഇരുന്ന് കരയുന്നത്? നിനക്ക് എന്താണ് പറ്റിയത്? നീ പിന്നെ പിന്നെ ഇത്രയധികം നിനക്ക് ധൈര്യവും നീ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യുന്നവനും ധൈര്യമൊക്കെ ഉള്ളവനല്ലേ, നീ എന്തിനിങ്ങനെ പെണ്ണുങ്ങളെപ്പോലെ കരയാമോ എന്നിങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അർജുനൻ പറയുവാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ പിതാമഹന്മാരെയും എൻ്റെ ബന്ധുക്കളെയും
എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ളവരെയൊക്കെ ഞാൻ എങ്ങനെ കൊന്നുകളയും. അപ്പോൾ അർജുനോട് കൃഷ്ണൻ പറയുന്നുണ്ട്, നീ അവരെ അല്ല കൊല്ലുന്നത്, നീ അവരുടെ ശരീരത്തെയാണ് കൊല്ലുന്നത്. നിൻ്റെ ആത്മാവിനെ കൊല്ലാൻ നിനക്ക് സാധിക്കത്തില്ല, നിനക്ക് അതിനെ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അർജുനൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ചോദിച്ചാൽ പറയുന്നുണ്ട്, അവർ ഈ ശരീരത്തിൽ വന്ന് ജന്മം എടുക്കുന്നതിന് മുമ്പേ ആ ആത്മാവ് ഇവിടെ ഉണ്ട്, അത് നീ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് നിന്നെ വിട്ടുപോകും. അതെവിടേക്കാണ് പോകുന്നത്? ഈ പ്രപഞ്ചത്തിലേക്ക് വിലയും പറയിക്കും, തന്നെ വിട്ട തൻ്റെ ആ മഹാശക്തിയുടെ അടുത്തേക്ക് തന്നെ അത് തിരികെ പോകും. പിന്നീട് ഒരു ജന്മം വരുമ്പോൾ അത് നമ്മളിലേക്ക് വന്നിട്ട് നമ്മളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എനർജിയാണ്, അത് ഊർജ്ജമാണ്, അതാണ് ഞാൻ നിന്നിലുണ്ട്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടാണ്, അതാണ് ഭഗവത്ഗീത സാരോപദേശം കൊടുക്കുന്നത്. അപ്പം അതുപോലെ ആ എനർജി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നമുക്കൊരു മധ്യസ്ഥനായി വെച്ചിട്ട് ഈ എനർജീനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ എനർജി എന്ന് പറയുന്നത് അത് പിന്നെ ഒടിക്കാനോ മുറിക്കാനോ വെട്ടിമുറിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണോ നമ്മളിൽ നിന്ന് പോകുന്ന ചിന്ത, ബോധ മനസ്സിൽ നമ്മൾ എന്താണോ കണ്ടത്, എന്താണോ വിചാരിക്കുന്നത്, അത് സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് ഈ എനർജി അതിനെ കോപ്പി ചെയ്തിരിക്കും. തീർച്ചയായിട്ടും കോപ്പി ചെയ്തിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് കോപ്പി ചെയ്ത് അത് പുറത്തേക്ക് പോകുന്ന ആ ചിന്ത അതുപടി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മളിപ്പം ചെന്നിട്ട് അയ്യോ എനിക്കത് തന്നില്ലേ, നമ്മൾ പള്ളിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അമ്പലത്തിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അയ്യോ എനിക്കത് തരണേ എനിക്കത് തന്നിട്ടില്ല, ചില ഭീഷണിപ്പെടുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കത് തന്നിട്ടില്ലെങ്കിലോ ഇനി ഞാൻ ഈ അമ്പലത്തിലേക്ക് വരത്തില്ല, ഇനി ഞാൻ ഈ പള്ളിയിലേക്ക് വരത്തില്ല, അങ്ങനെ ഭീഷണിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം നെഗറ്റീവല്ലേ. പക്ഷേ ആ ശക്തി ആഗ്രഹിക്കുന്നത് നെഗറ്റീവല്ല, അതിന് പോസിറ്റീവായിട്ട് തന്നെ സന്തോഷത്തോടു കൂടി അതിന് നന്ദി പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്. നമ്മൾ എന്ന് പറയുവാണ്, ഭഗവാനെ അല്ലെങ്കിൽ ദൈവമേ, നീ എനിക്ക് തന്ന എല്ലാത്തിനും ഞാൻ നിനക്ക് നന്ദിയുള്ളവളാണ്, ഞാൻ നിന്നെ നന്ദി അറിയിക്കുന്നു, ഇനി എനിക്ക് നീ തരാൻ പോകുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു, നിൻ്റെ കാരുണ്യം ദയം കൊണ്ടാണ് ഞാൻ ഇവിടം വരെ ആയത്, എല്ലാ കാര്യത്തിനും ഞാൻ നിരന്തരം നിന്നോട് നന്ദിയുള്ളവരായിരിക്കും, ഞാൻ വളരെ തരുന്ന ഒരു കുഞ്ഞു കാര്യത്തിന് ഞാൻ നന്ദിയുള്ളവളാണ്, വളരെ സന്തോഷമുള്ളവളാണ്, അല്ലെങ്കിൽ സന്തോഷമുള്ളവനാണ്, ഇനി ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നിൻ്റെ ഈ നന്മയ്ക്ക് നീ എനിക്ക് നൽകി ഈ നന്മയ്ക്കെല്ലാം കൂടാനുകൂടി നന്ദി ദൈവമേ, നന്ദി ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷത്തോടുകൂടി തിരിച്ചു പോരുവാണെങ്കിൽ എന്താ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത്? പോസിറ്റീവായിട്ടുള്ള എനർജി അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരും. പകരം നമ്മൾ ചെന്നിട്ട് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ കരഞ്ഞ് നിലവിളിച്ചു, അയ്യോ എനിക്ക് തരണേ, എനിക്ക് തന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുമേ ഇങ്ങനെ ചെയ്യുമേ, അല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കും, നമ്മളിലേക്ക് സംഭവിച്ചു വരും. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ്. അപ്പോഴും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ശക്തിയുടെ അടുത്ത് എന്നിട്ട് അതിന് നമ്മൾ പിന്നെ ഭഗവാനെന്നും കൃഷ്ണനെന്നും ശിവനെന്നും യേശുക്രിസ്തു എന്നും അള്ളാഹു എന്നും ഒക്കെ നമ്മൾ വിളിക്കും. ആ ശക്തിയുടെ അടുത്ത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും, കാരണം ആ ശക്തി എന്ന് പറയുന്നത് ഹാപ്പിനെസ്സാണ്, സന്തോഷമാണ്, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടി, വളരെ വിനോദനായിട്ട് സന്തോഷത്തോടുകൂടി നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക. നന്ദി പറഞ്ഞിട്ട് ഇനി നമുക്ക് തരാൻ പോകുന്നതിനും അഡ്വാൻസ് ആയിട്ട് നന്ദി പറഞ്ഞിട്ട് പോരുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ തേടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് 8-10 വർഷമായിട്ട് പോലും പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന ഒന്നും നടക്കാതെ പോകുന്നത്. അപ്പം നമ്മൾ പറയും, അല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചല്ലോ. ശരിയാണ്, നമ്മൾ നിരന്തരമായിട്ട് ഒരു കാര്യം നമ്മൾ 21 തവണ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോധ മനസ്സിലത് ഉറക്കും, അവിടെ നിന്ന് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കോപ്പി ആവുകയും ചെയ്യും. അപ്പോൾ 21 ദിവസം നമ്മൾ വ്രതം പോലെ എടുത്തിട്ട് 21 അതിൽ കൂടുതൽ ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ മാസങ്ങൾ നമ്മൾ വ്രതം പോലെ എടുത്ത് നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് സംഭവിക്കും. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കോപ്പി ചെയ്യപ്പെടും. അതായത് സ്ഥിരമായി നമ്മുടെ ബോധ മനസ്സിൽ നമ്മൾ ചിന്തിക്കുകയോ പറയുകയോ കാണുകയോ ചെയ്യുന്ന കാര്യം അത് നമ്മുടെ സബ് കോൺഷ്യസ്, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കോപ്പി ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നന്മ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഒരു വ്രതം പോലെ എടുത്ത് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു നേർച്ച പോലെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഞങ്ങൾ ഇന്ന അമ്പലത്തിൽ വന്നേക്കാന്ന് പറയുമ്പോൾ നമ്മൾക്കത്
അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ പോയി ഒരു വർഷം തന്നെ ഒരു 12 മാസം ആകുമ്പം തന്നെ 12 പ്രാവശ്യം നമ്മൾ പോയി. അടുത്ത ഒരു വർഷം കൂടി പോയി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കത് സംഭവിച്ചിരിക്കും. അങ്ങനെയാണത് സംഭവിക്കുന്നത്. അതേസമയം നമ്മൾ ഈ മറ്റെന്തെങ്കിലും അനാവശ്യമായിട്ട് ചിന്തകളും അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെന്നിട്ട് നമ്മൾ പിന്നെ കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീലിങ്സ് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും ചിലർ പറയുന്നത്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടക്കും. ഇനി മുതൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ചെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പരിദേവനങ്ങളും വിഷമവും ഇതൊക്കെ പറയാൻ വേണ്ടിയല്ല. നമ്മളെ കഴിഞ്ഞും ഒരുപാട് കഷ്ടം സഹിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇത്രയെങ്കിലും തന്നില്ലേ? നമുക്ക് കാലുണ്ട്, കൈയുണ്ട്, സംസാരിക്കാനുള്ള ഇതുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, ചെവിക്ക് ഇതുണ്ട്, നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരില്ലേ? അപ്പം അതൊക്കെ അതിന് പോലും നമ്മളിത് നന്ദി പറയാതെ ചെന്നിട്ട് എനിക്ക് ഉണ്ടായിട്ടും ഇനി അടുത്തതിന് വേണ്ടിയിട്ട് എനിക്കതില്ലേ, എനിക്കിതില്ലേ, എനിക്കത് വേണം, അത് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യല്ലേ, നല്ല തന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇനി ഒരിക്കൽ പോലും വരികയില്ല, ഇങ്ങനെ ഭീഷണിയുടെ സ്ഥലത്തിലൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശക്തി അത് കേൾക്കാൻ പോകുന്നില്ല. കാരണം ഈ ശക്തി എന്ന് പറയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ഉള്ളിലാണ്. നമ്മുടെ ബോധ മനസ്സിൽ കൂടി കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യം നമ്മുടെ ശക്തിയാകുന്ന ഈ ഉപബോധ മനസ്സിൽ കോപ്പി ചെയ്യപ്പെടുകയും അത് പ്രപഞ്ചത്തിലേക്ക് പോവുകയും അവിടെ നിന്നും നമ്മൾ എന്താണോ സന്തോഷമാണ് കൊടുക്കുന്നതെങ്കിൽ ആ സന്തോഷം തന്നെ നമ്മളിലേക്ക് തിരികെ വരും. നമ്മൾ ദുഃഖവും വേദനയും വിഷമമാണ് നമ്മൾ അവിടേക്ക് കൊടുക്കുന്നതെങ്കിൽ അത് തന്നെ നമ്മളിലേക്ക് തിരികെ വരികയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടിയതിന് നന്ദി പറയുക, കിട്ടാൻ പോകുന്നതിന് നന്ദി പറഞ്ഞിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോരുക. തീർച്ചയായും അവൻ നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഓർക്കുക, എപ്പോഴും അറിവെന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ ഒരു പ്രകാശത്തെ നീക്കിക്കളയും. അപ്പോൾ അത് നമ്മുടെ ഒരു അറിവില്ലായ്മയെ ആ പ്രകാശം നീക്കിക്കളയുന്നതാണ്. അപ്പോൾ അറിവെന്ന് പറയുന്നത് അന്ധകാരത്തെ നീക്കുന്നതാണ്. അറിവില്ലായ്മയുടെ അന്ധകാരം എല്ലാ ഹൃദയങ്ങളിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.